ക്രീസിൽ വന്ന് ഗാർഡ് എടുത്തപ്പോൾ ഞാനൊന്നും കണ്ടില്ല. തട്ടത്തിന് മറയത്ത ഡയലോഗാ. ആ ബോളർ അങ്ങ് ബോൾ കറക്കുന്നുണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സജന ഓഫ് സ്പിന്നേഴ്സിനെ എങ്ങനെയാണെങ്കിലും അടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഷോട്ട് അറിഞ്ഞാലും ബിക്കോസ് ഐ നോ ഹർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് മാച്ച് ഗോൺ എന്ന് പറഞ്ഞ് അടുത്ത ബോൾ സജന 6 അടിക്കുന്നു. ഞാൻ കിടന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. എല്ലാവരും സ്ക്രീനിൽ നോക്കില്ല, സ്മൃതി ഉൾപ്പെടെ എല്ലാവരും എന്നെ നോക്കുന്നു. എന്താ പറഞ്ഞ അവിടെയും കണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും എന്നെ നോക്കിയിട്ട് ദാറ്റ് വാസ് എ കോൾ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കി. ഐ നോ ഹർ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ സജന 6 അടിച്ചപ്പോൾ എനിക്കൊക്കെ എങ്ങനെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ 6 അടിച്ചതുപോലത്തെ ഫീലായിരുന്നു. ക്രിക്കറ്റ് കളി കണ്ടു വളർന്നത് സച്ചിൻ തെണ്ടുൽക്കർ സാറിനെ കണ്ടിട്ട് തന്നെയാണ്. ചേച്ചി മുൻപ് പറഞ്ഞ പോലെ മഡലി, MRF, സച്ചിൻ തെണ്ടുൽക്കർ, ST10 എഴുതിയിട്ട് തന്നെയാണ് കളി തുടങ്ങിയത്. അല്ല ഞാൻ പാസ്സായി ആ ഫീലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സജന അവസാന പന്തിൽ. ആഹാ, സ്റ്റംപ് ലൈനിലിട്ട് അടിച്ചു വെളി കളയും. അതുകൊണ്ട് എനിക്ക് സജുവിനെ അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എറിയാറേ ഇല്ല. മിന്നുമണി ജംഗ്ഷൻ എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പം നമ്മൾ നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു 10 പേര് നമ്മുടെ അടുത്ത് ചോദിക്കും സജന ജംഗ്ഷൻ എപ്പോഴാ. ഒരു 10 അല്ല ഒരു 5 പേര് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ തമാശയായിട്ട് എടുക്കാം. പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു 10 പേരും കൂടെ ചോദിക്കുമ്പോൾ ദൈവമേ, പിന്നെ അങ്ങനെ കേട്ട് 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 മനസ്സിലങ്ങനെ തോന്നാറുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ വരുന്നതും WPL വരുന്നതും നമുക്ക് രണ്ടുപേർക്ക് എക്സ്പോഷർ കിട്ടുന്നതും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവാൻ ഈ ബംഗ്ലാദേശ് ടൂറിൽ ഭാഗമാവുന്നു. മലയാളി പൊള്ളിയാക്കി മൈക്കിലൊക്കെ വന്നിട്ട് മലയാളം തന്നെ. എല്ലാവർക്കും സഞ്ജുവിനെ അറിയാമെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം ഫോർ ഇന്ത്യ. എനിക്ക് തോന്നുന്നു സഞ്ജു വിൽ ബി ദ എക്സ് ഫാക്ടർ ആൻഡ് വെൻ ഇന്ത്യ ഈസ് വിന്നിംഗ് ദ വേൾഡ് കപ്പ് സഞ്ജു ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് ദ ട്രോഫി ആൻഡ് ഹി വിൽ ബി ദ എക്സ് ഫാക്ടർ. കേരളത്തിൻ്റെ 2 അഭിമാന താരങ്ങളാണ് ഇപ്പം നമുക്കൊപ്പം ഉള്ളത്, ആശയും സജനയും. കുറച്ച് കൂടുതൽ ഞാൻ പറയണ്ട, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാനലുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാന താരമായി ബംഗ്ലാദേശിൽ പോയി അവിടെ പോയി അവരുടെ ടീമിനെ അടിച്ചിട്ട് തിരിച്ചു വന്ന ഇന്ത്യൻ ടീമിലെ അംഗങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ 2 പേരാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം 2 പേർക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പെർഫോമൻസ്? അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ആ ഒരു മൂവ്മെൻറ്റ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം സജന പറ. ആശ ചേച്ചി പറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ മടൽ ബാറ്റിൽ കളിക്കുന്ന സമയം തൊട്ട് നമ്മളെ തിരുവനന്തപുരത്ത് മടൽ ബാറ്റൊക്കെ വെട്ടിയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ 10 എന്നൊക്കെ എഴുതി MRF എന്ന് എഴുതി കളിക്കുന്നവരാണ് നമ്മളങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്തത്, പേപ്പർ ബോളൊക്കെ വെച്ച്. അപ്പോൾ മുതൽ നമ്മൾ കാണുന്ന സ്വപ്നം ആ ഒരു നീലക്കുപ്പായ അണിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ അത് ഇട്ട് ഇറങ്ങുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഇത്രയും സന്തോഷമായിട്ടുള്ളൊരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമായിട്ടൊരു നിമിഷം. ഒരു മൊമെൻറ്റിൽ മനസ്സിൽ തോന്നിയ കാര്യം എന്തായിരുന്നു? മനസ്സിൽ ഇങ്ങനെ ഫ്ലാഷ് ബാക്കായിട്ട് എത്ര സ്ട്രഗിൾ, എത്ര വർഷം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഹൈദരാബാദ് വരെ കളിച്ച് റെയിൽവേസ് കളിച്ച്, കേരള കളിച്ച്, പിന്നെ പോണ്ടിച്ചേരി പോയി ഗസ്റ്റായിട്ട് കളിച്ച്, അതൊക്കെ എല്ലാം ഇന്ത്യയെ 2 വർഷം കളിച്ച്, എല്ലാം സൗത്ത് സോൺ എല്ലാം മനസ്സിൽ വന്ന്, റെയിൽവേസ് എല്ലാം മനസ്സിൽ വന്ന്, എത്ര മാച്ച് കളിച്ച് അവസാനം ഇന്ത്യ കിട്ടി എന്നുള്ള ഒരു ഭയങ്കര ഒരു ചില സെക്കൻഡുകളിൽ വർഷങ്ങളിലൂടെ ഒരു കടന്നു പോയി. അത് പെട്ടെന്ന് മൈൻഡിലെല്ലാം ഓർമ്മ വന്നു. ആ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴും ആ ഒരു എനിക്ക് അടുത്ത മാച്ച് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഒരു എമോഷണൽ ഒരു ബ്രേക്ക് ത്രൂവിലൂടെയാണ് ഞാൻ പോയത്. ഒരു അറ്റ്ലീസ്റ്റ് കുറച്ചൊരു 5 മിനിറ്റെങ്കിലും സ്റ്റക്കായി നിന്നു, ഉറപ്പായിട്ട് സ്റ്റക്കായിട്ട്. സജനക്ക് എങ്ങനെയായിരുന്നു ആ മൂമെന്റ്സ്? സ്റ്റക്കായി അതല്ല, ആശ ചേച്ചി ഇത്രയും സ്ട്രഗിൾസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്, ശരിക്കും ആശ ചേച്ചി ഒരു ഇന്ത്യൻ പ്രോബബിൾസിൽ വന്ന ഒരു പ്ലെയറാണ്. അതിന് ശേഷം എത്ര വർഷം ചേച്ചി വെയിറ്റ് ചെയ്തേ? ഒരു 13 വർഷം. 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ജേഴ്സി അണിയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൊമസ്റ്റിക് സീസണിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സമയമായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും അടുത്ത WPL കിട്ടുമെന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം തന്നെ ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഒരു പ്ലെയർ എന്ന നിലയിൽ ടു ബി ഓണസ്റ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത്രയും ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാ അങ്ങനത്തെ രീതിയിലൊക്കെ. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നെങ്കിൽ
13 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രോബബിൾസിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അടുത്ത വർഷം പ്രോബബിൾസിൽ വന്നു, അപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടിയാൽ തീർച്ചയായും ഇന്ത്യൻ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ചേച്ചിക്ക് അതിൽ നേടാനായില്ല, എന്നിട്ടും ചേച്ചി 13 വർഷം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ നമുക്കിനി ആരും ചൂണ്ടിക്കാട്ടാനില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഒരുപാട് സ്ട്രഗിൾസ്. അപ്പോൾ ചേച്ചി ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും അതിൻ്റെ പകുതി പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. സോ ഇത്രയും സ്ട്രഗിൾസിലൂടെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത് ആ ഒരു ഇന്ത്യൻ ജേഴ്സി നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല. സോ ചേച്ചി എങ്ങനെയാണോ അതിനെ കാണുന്നത് അതിനേക്കാൾ ഡബിൾ ഫീൽഡിൽ എനിക്ക് അതിനെ കാണാൻ പറ്റും. സോ രണ്ടുപേരും ആഗ്രഹം ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ അതാണ് ഞങ്ങളുടെ മെയിൻ. മുംബൈ ഇന്ത്യൻസിലും അവർ ചോദിച്ചപ്പോൾ ഈ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത്. മേ ബി സജനേക്കാൾ മുമ്പേ മിന്നുവിനേക്കാൾ മുമ്പേ ഇന്ത്യ കളിക്കേണ്ട ടാലന്റഡ് വൈസുള്ള പ്ലെയറാണ് ആശ ചേച്ചി. ബട്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുള്ള പോലെ ഇനി ഒരുപാട് കാലം ഇന്ത്യൻ ജേഴ്സി തുടരാൻ ചേച്ചിക്ക് പറ്റട്ടെ. ആശ ഈ ഒരുപാട് വൈകിയെന്ന് തോന്നിപ്പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? വൈകിയെന്ന് ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഡൊമസ്റ്റിക്കലി നമ്മൾ ഒരിക്കലും നമ്മൾ പെർഫോം ചെയ്യാതിരുന്നിട്ടില്ല. ഒരു വർഷം പോലും അങ്ങനെ എന്താ പറയുക വളരെ ഒരു ബാഡ് പെർഫോമൻസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും വിക്കറ്റും എടുക്കാറുണ്ട്, റണ്ണും അടിക്കാറുണ്ട്. പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ WPL കാരണമാണ് ഇപ്പോൾ എനിക്ക് സജനയ്ക്ക് ഇത്രയും വിസിബിലിറ്റി ഉണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടു. അപ്പോൾ അതുവഴി ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലെത്തിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ ഒരു വിസിബിലിറ്റി കിട്ടിയത് WPL കാരണം തന്നെയാണ്. ഓൾറൗണ്ടറാണ്, അതിനപ്പുറത്തേക്ക് ലെഗ് സ്പിന്നറാണ്. ഓരോ ബോളിലും ഓരോ ലൈഫാണ് വരാറ്. കാരണം ഒരു ബോൾ ഒരു കളിയുടെ ഗതി മാറ്റും എന്നാണ് പറയപ്പെടുന്നത്. ക്രിക്കറ്റിലെ എഴുതപ്പെടാത്ത നിയമങ്ങളിൽ ഒന്നാണ്. ഓരോ ബോൾ ചെയ്യുമ്പോൾ മനസ്സിൽ എന്താണ് വരാറ്? ഞാൻ റണ്ണപ്പിലോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഒരു ബോൾ ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞാൻ ബാറ്റ്സ്മാൻ്റെ മൂവ്മെൻറ്റ് നോക്കും. ബാറ്ററിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ചിലപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ മാറ്റും. അപ്പോൾ എനിക്ക് ഇത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ 5 വിക്കറ്റ് എടുത്തപ്പോൾ UP വാറിയേഴ്സിൻ്റെ ആ മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്മൃതി ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അടുത്ത മാച്ചിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഡ്രസ്സിങ് റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ്, സ്മൃതി ഞാൻ ഐ എം വെരി പ്രാക്ടിക്കൽ പേഴ്സൺ, ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ഇന്ത്യ ആൻഡ് ഓൾ, ഐ എം വെരി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ സ്മൃതി എൻ്റെ അടുത്ത് പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് ബീങ് പ്രാക്ടിക്കൽ, അത് പ്രാക്ടിക്കൽ അല്ല, ദാറ്റ് ഈസ് ബീങ് സ്റ്റുപ്പിഡ്, യു ക്യാൻ ഡു വെൽ ഫോർ എനി ടീം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു ക്യാപ്റ്റൻ അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അത് എന്നെ വളരെ WPL അടുത്ത വരുന്ന മാച്ചസിലെല്ലാം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ വരികയും ചെയ്തു. വളരെ സന്തോഷം. സജനയുടെ ഒരു കരിയർ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു ഈ ക്രിക്കറ്റിലേക്കുള്ള കടന്നു വരുമോ? ഞാൻ +1 +2 പഠിച്ചപ്പോഴാണ് ക്രിക്കറ്റ്, അതായത് മാനന്തവാടി +1, അതായത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്, 17-18 ആ ഒരു റേഞ്ചിലാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ എൽസമ്മ ടീച്ചറാണ് എന്നെ ക്രിക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം എൽസമ്മ ടീച്ചറിൻ്റെ മകൾ അനുചേച്ചി, ഷാനവാസ് സാർ, ദീപ്തി ചേച്ചി, അങ്ങനെ കുറച്ച് പേര് നമ്മളെ എന്താ പറയുക സ്റ്റാൻസ് ഇങ്ങനെയാണ് ബാറ്റ് പിടിക്കേണ്ടത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, അതായത് പിന്നെ ഞാൻ കേരള ടീമിലേക്ക് സെലക്ട് ആവുന്നു. ആശ ചേച്ചീൻ്റെ ക്യാപ്റ്റൻസിയിൽ കേരള ടീമിന് വേണ്ടി കളിക്കുന്നു. ആശ ചേച്ചീൻ്റെ അണ്ടറിലാണ് ആദ്യമായിട്ട് കേരള ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോ സീസൺ കഴിയുമ്പോൾ ഒരുപാട് കോച്ചസ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരുപാട് കോച്ചസുകൾ, അപ്പം അങ്ങനെ എല്ലാവരുടെ എടുത്ത് അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ കേരള ടീമിൻ്റെ സ്ഥിര സാന്നിധ്യമാവുന്നതും ഒരു മാച്ചിൽ 4 റൺ അടിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ കേരള ടീമിനെ ജയിപ്പിച്ചിട്ട് കേരള ടീമിൻ്റെ സാന്നിധ്യമായിട്ട് അങ്ങനെ കേരള ടീമിലേക്ക് വരുന്നു. അപ്പോഴും ക്രിക്കറ്റ് ഒരു പ്രൊഫഷണലാക്കി എടുക്കണം എന്നുള്ള ചിന്ത വന്നിട്ടില്ലായിരുന്നു. കാരണം ജസ്റ്റ് എന്താ പറയുക ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് പോകുന്നു. അങ്ങനെ ആ 2018-19 ആ ഒരു സമയത്ത് അണ്ടർ-23 നമ്മൾ കപ്പ് അടിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് കിട്ടുന്നു. അതായത് ഇന്ത്യ ഗ്രീനൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്കും ഭാവിയുണ്ട്, ക്രിക്കറ്റിലേക്ക് വരാൻ പറ്റും നെക്സ്റ്റ്. കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മളെ കേരള, ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കേരള നമ്മൾ സൗത്ത് മൊത്തം തഴയലാണ് ഒരുപാട് അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജസ്റ്റ് കേരളത്തിന് കളിച്ച് പോകാം, അങ്ങനെയായിരുന്നു വിചാരിച്ചത്. നെക്സ്റ്റ് ലെവലിലേക്ക് വന്നപ്പോൾ ശരിയാണ്, പ്രതീക്ഷയുണ്ട്, അടുത്ത ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുള്ളൊരു. അപ്പോഴേക്കും അങ്ങനെ ഒരു പ്രൊഫഷണലാക്കി എടുത്തപ്പോഴത്തേക്കും കേരള ക്രിക്കറ്റിൻ്റെ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് എന്താ പറയുക ക്ലാസ്സുകൾ, ഒരു പ്രൊഫഷണലായിട്ട് എങ്ങനെ വരാം, നമ്മളെ ന്യൂട്രീഷൻ ക്ലാസ്, റെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ KCAൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ക്ലാസ്സുകളും എന്താ പറയുക ഒരുപാട് ക്യാമ്പ്സുകളും, അവർ വുമൻസ് ക്രിക്കറ്റിന് വേണ്ടി പിങ്ക് ടൂർണമെൻറ്റ് പോലുള്ള ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുക, ഒരുപാട് എഫേർട്ടുകളും വന്നപ്പോൾ തീർച്ചയായും ക്രിക്കറ്റിൽ ഒരു ഭാവി ഉണ്ടെന്നുള്ള ഒരു ഇതെനിക്ക് വന്നത്. ശരിക്കും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു?
ക്രിക്കറ്റ് കളി കണ്ടു വളർന്നത് സച്ചിൻ തെണ്ടുൽക്കർ സാറിനെ കണ്ടിട്ട് തന്നെയാണ്. ചേച്ചി മുൻപ് പറഞ്ഞ പോലെ മഡലി, MRF, സച്ചിൻ തെണ്ടുൽക്കർ, ST10 എഴുതിയിട്ട് തന്നെയാണ് കളി തുടങ്ങിയത്. രണ്ടുപേരും സച്ചിൻ ഫാനാണ്. അതെ അതെ തീർച്ചയായും. അപ്പം അങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ അനിയന്മാർ 4 പേര് അവരുടെ നടുക്ക് എന്നെ ഇരുത്തിയിട്ട് ടെസ്റ്റ് കണ്ട് തുടങ്ങിയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ ഗിഫ്റ്റായിട്ട് തന്ന പ്ലാസ്റ്റിക് ബോളും ബാറ്റൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വുമൺ ക്രിക്കറ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ബട്ട് എന്നിരുന്നാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ലെവല് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ വളരെ അഭിമാനിക്കുന്നു. ഫുൾ തഗ് ഡയലോഗാണല്ലോ സജിന. സജു ക്രിക്കറ്റ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണുന്ന മുതൽ ഇങ്ങനെ തന്നെയാണ്. സജുവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പരിചയപ്പെട്ടു നിങ്ങൾ? എനിക്ക് തോന്നുന്നു 2013 തോന്നുന്നു, ചെന്നൈയിൽ വെച്ച്. അതെ, സജുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റുവേഷനിലും ആളിങ്ങനെയാണ്. ആൾക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഫുൾ ടീം നല്ല ലോ ആണെന്ന് പറയണമെങ്കിലും എൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ടീം ഫുള്ള് വൈബായി. ആ ഒരു ക്വാളിറ്റിയാണ് സജനയുടെ മെയിൻ എന്ന് പറയുന്നത്. ഏതൊരു സിറ്റുവേഷനും ഒരു പുഞ്ചിരിയോടെ നേരിടുക. ആളെ പുഞ്ചിരിക്കും, പക്ഷെ പക്ഷെ അതൊന്ന് സജനയിൽ നിന്ന് നമുക്ക് ഒരുപാട് അങ്ങനെ പഠിക്കാൻ പറ്റും. പിന്നെ നേരത്തെ സജന ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ തഴയിൽ നിന്നല്ല, ഒരുപാട് പേര് കളിച്ചിട്ടില്ല എന്നാണ് സജന ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻകൈ എടുത്ത് നമുക്ക് HPS അല്ലേ, ഹൈ പെർഫോമൻസ് ക്യാമ്പൊക്കെ വെച്ച്, പിന്നെ അനാലിസിസ് സ്പെസിഫിക്കലി, പിന്നെ ന്യൂട്രീഷൻ, ക്വാളിഫൈഡ് ട്രെയിനേഴ്സിനെ വെച്ച് ട്രെയിനിങ്, അതൊക്കെ വെച്ച് നടത്തുമ്പോൾ ഓഫ് കോഴ്സ് നല്ല പ്ലെയേഴ്സ് മുന്നോട്ട് വരും. രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിലെത്തിയത്. ഈ ചെറുപ്പം മുതലുള്ള സ്ട്രഗിളിങ് അതെങ്ങനെ, എവിടേക്കായിരുന്നു കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? സ്ട്രഗിൾ എന്ന് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാക്ടീസ്, ജിം സെഷൻസ്, ഫീൽഡിങ്, അതൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ പഠിച്ചത് കോട്ടൺ ഹില്ല് സെൻറ്റ് മേരീസിലാണ്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ സെൻട്രൽ സ്റ്റേഡിയത്ത് പ്രാക്ടീസിന് പോയി, അവിടെ നിന്ന് ബസ്സിൽ അല്ലെങ്കിൽ നടന്ന് തിരിച്ച് കോട്ടൺ ഹില്ല് വന്ന്, പിന്നെ അവിടെ നിന്ന് പിന്നെയും വൈകിട്ട് സ്കൂളിൽ വിട്ട് പ്രാക്ടീസിന് പോയി, പിന്നെ അവിടെ നിന്ന് പേരൂർക്കോടെ 2 ബസ് കയറി വീട്ടിൽ പോകും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിള്. പിന്നെ തിരിച്ച് ഹൈദരാബാദ് പോയാലും ഒരു റെയിൽവേസ് ടീമിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ നമുക്ക് 15 അംഗ ടീമുണ്ടെങ്കിൽ അതിൽ 13 ഇന്ത്യ പ്ലേയേഴ്സാണ്. അതിൽ പിന്നെ ഞാനും പിന്നെ ഒരു കൊച്ചും കൂടെ കാണും ഡൊമസ്റ്റിക് പ്ലേയേഴ്സ്. അപ്പോൾ അവരെ കോമ്പീറ്റ് ചെയ്ത് എല്ലാ മാച്ചും ലെവലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾ. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് എല്ലാ മാച്ചിലും എനിക്ക് തോന്നുന്നില്ല ഞാൻ റെയിൽവേസിൽ മാച്ചസ് ഒരുപാട് പുറത്തിരുന്നിട്ടുണ്ടോ. ഞാൻ അധികം ഒന്നും മാച്ചസ് ഒന്നും പുറത്തിട്ടില്ല. കൂടിപ്പോയി 1-2 മാച്ച് പുറത്തിരുന്നതാണ്. ബാക്കി എല്ലാ മാച്ചും ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ആ സ്ട്രഗിളിനെല്ലാം ഒരു മീനിങ് ഉണ്ടായി. സജിന എങ്ങനെയായിരുന്നു? എൻ്റെത് ഇതുപോലെ തന്നെയായിരുന്നു. പ്രാക്ടീസിന് പോകാനുള്ള സ്ട്രഗിളും നമ്മളെ മൈൻഡാണല്ലോ. നമ്മളെല്ലാം സ്ട്രഗിൾ ആയിക്കൊണ്ടിരുന്നാൽ എല്ലാം സ്ട്രഗിൾ തന്നെയാണ്. രാവിലെ എണീക്കുന്നത് ഒരു സ്ട്രഗിളാണ്, യാത്ര ചെയ്യുന്നത് ഒരു സ്ട്രഗിളാണ്. സോ പിന്നെ നമ്മളതുമായിട്ട് എന്താ പറയുക, നമ്മളുടെ നല്ലൊരു നാളേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്ട്രഗിളെല്ലാം നമ്മളത് അങ്ങ് ചെയ്ത് പോയിക്കോളും. സോ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ഈ ഇവിടം വരെ എത്താൻ പറ്റില്ല. അതെ, സജന പറഞ്ഞ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ 1-2 ദിവസം ചെയ്താൽ അതൊരു സ്ട്രഗിൾ ആയിരിക്കും, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതൊരു ഹാബിറ്റ് ആവും. ഇപ്പം നോക്കുമ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിനെസ് മൂവ്മെന്റ് ആയിരിക്കും. കാരണം അന്നത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ അന്നത്തെ ഒരു കഷ്ടപ്പാട് ഇപ്പോൾ അതിൽ ഭയങ്കര പ്രൗഡല്ലേ? അതെ തീർച്ചയായും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കൃഷ്ണഗിരി വരെ പോകാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ കിറ്റും ചുമന്നുകൊണ്ട് പോകുമ്പോൾ 2 ദിവസം ഞാൻ വിചാരിക്കും ദൈവമേ, ഒന്നാമത് ആ വലിയ കിറ്റ് കാണുമ്പോൾ ബസ്സുകാരൊന്നും നിർത്തൂല, കാരണം 2 പേരുടെ സ്പേസാണ് പോണത്. അപ്പോൾ അങ്ങനെ നിർത്താണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇന്ന് 2 ദിവസം നിർത്താണ്ട് പോയാൽ 3-ാമത്തെ ദിവസം അവർക്ക് എന്താ 3-ാമത്തെ ദിവസം നല്ലൊരു ദിവസം വരുമെന്നും അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക, അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം നമുക്ക് കളിക്കാൻ പറ്റിയതും ഈ ഒരു മൊമെൻറ്റിൽ ഇന്ത്യൻ ജേഴ്സി അണിയാൻ പറ്റിയതും. സോ ഒരുപാട് സ്ട്രഗിൾ, ഇതേപോലെ പ്രാക്ടീസ്, ജിമ്മ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നത്, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നത്, അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് സ്ട്രഗിൾസ് പറയാനുണ്ടാവും. ബട്ട് ക്രിക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അൾട്ടിമേറ്റ് നമ്മളെ സ്ട്രഗിൾ കൊണ്ട് മാത്രം. ഒരുപാട് സ്ട്രഗിൾസ്, അതിനി ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടി പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്ത് നമ്മളിവിടെ എത്തിയെങ്കിൽ ആ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ബോൾ ഒരു കളിയുടെയും ജീവിതവും മാറ്റിമറിക്കെന്ന് പറഞ്ഞതുപോലെ സജിനയുടെ ജീവിതം മാറ്റിമറിച്ച ലാസ്റ്റ് ബോൾ
എനിക്ക് സജ്ജന എങ്ങനെയായിരുന്നു ആ ഒരു മൂമെൻറ്റ്, ആ ലാസ്റ്റ് ഓവർ ആ ഗ്രീസിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അന്ന് ഇറങ്ങിയ ലാസ്റ്റ് മൂമെൻറ്റ്സ് എങ്ങനെയായിരുന്നു അത് ഒന്ന് പറ. ലാസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു എന്താ പറയുക വിശ്വാസം ആയിരുന്നു. ആ ഒരു ഇനി അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസരം എൻ്റെ ലൈഫിൽ കിട്ടില്ല. കാരണം ചിലപ്പോൾ എൻ്റെ ഡെബ്യൂ മാച്ചാക്കി ഇറക്കിയത് തന്നെ എന്താ പറയുക എല്ലാം ദൈവത്തിൻ്റെ ഒരു വിധി പോലെ. ആ ഒരു ഹർമന്തി ഔട്ടാവാനും മേ ബി ഹർമന്തി അത് അടിച്ച് 6 അടിച്ചിരുന്നെങ്കിൽ ആ ഒരു ഈ ഒരു പേജിലെ സജന ഇല്ല. എൻ്റെ ആ ഒരു ഇതിലെ കഴിഞ്ഞു പോയി. അടുത്ത സജനയാണ് ഇറങ്ങാനുള്ളതെന്നോ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു സജന ഒന്നും അവിടെ കാണില്ല. ആ ഒരു ബോൾ കൊണ്ട് ടീമിനെ ജയിപ്പിക്കാനും പിന്നെ മുംബൈ ഇന്ത്യൻസ് ഒരു ബോളിൽ അതിനുശേഷം ആ വീഡിയോസ് ആയിരുന്നു എല്ലായിടത്തും. എൻ്റെ അടുത്ത് കോച്ച് പ്രത്യേകിച്ച് ആ ഒരു മാച്ച് ജയിപ്പിച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യണം. കാരണം ഇതല്ല അവരെന്നെ എപ്പോഴും റിമൈൻഡ് ചെയ്യുമായിരുന്നു ഈ ഒരൊറ്റ മാച്ചല്ല സജനക്ക് ഉണ്ടാവുക, അടുത്ത മാച്ചസിൽ കഴിഞ്ഞത് കഴിഞ്ഞു, സോ അടുത്ത മാച്ചിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സജന അവസാന പന്തിൽ, ആഹാ. അതിൻ്റെ ഇൻസ്റ്റഗ്രാം അവിടെയും ഞാൻ തന്നെ, യൂട്യൂബ് ഇന്നത്തെ മുംബൈ ഡൽഹി മാച്ചിൽ മാസ്മരിക വിജയം. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ആയിപ്പോവും. ബട്ട് എന്നിരുന്നാൽ കൂടെ ഞാൻ അതിലൊന്നും, കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അണ്ടർ 23 ചാമ്പ്യൻസ് ആയപ്പോഴും കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയപ്പോഴും എല്ലായിടത്തും നമ്മളുടെ പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നും ഇതല്ല നമ്മളുടെ ഈ ഒരൊറ്റ മാച്ചല്ല നമ്മുടെ ഫ്യൂച്ചറൊന്നും, അതിനപ്പുറത്തേക്ക് ഒരുപാട് പോകാനുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം ഉള്ളതുകൊണ്ട് നമുക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള കാര്യം. ആ ഒരുക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ആ ഒരു ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആശ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ ആശ ചേച്ചിനെ പറയാനുള്ളത്, ഇപ്പം ഏറ്റവും എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഇന്ത്യൻ ടീമിൽ ജേഴ്സി അണിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ ചേച്ചി അതിനെ പറയുക, ഏറ്റവും പുതിയതായിട്ട് കളിച്ചു, ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ പറയുന്ന 30ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 33ാമത്തെ വയസ്സിൽ ഡെബ്യൂ അണിഞ്ഞ ചേച്ചിയാണ്. വയസ്സൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. അത് പറയുന്നതിൽ ആർക്കും അതിനെ പറ്റിയിട്ട് വയസ്സെന്ന് പറയുന്നത് നമ്മളെ മനസ്സാണ്. ഇപ്പം ചേച്ചി 33ാമത്തെ വയസ്സിൽ ഇന്ത്യ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിറ്റ്നസ്സും ആ ഒരു ഇതും ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് അപ്പോൾ 2 റെക്കോർഡുണ്ട് ചേച്ചിക്ക്. ഏറ്റവും 33ാമത്തെ വയസ്സിൽ ഇന്ത്യ കളിക്കുന്നു എന്നുള്ള റെക്കോർഡും ആദ്യമായിട്ട് WPL വുമൺ പ്രീമിയർ ലീഗ് കളിച്ച മലയാളി എന്ന റെക്കോർഡും ആ ചേച്ചിക്ക് തന്നെയാണ്. അപ്പോൾ ആ 2 റെക്കോർഡിൻ്റെ ഉടമയായ ചേച്ചീൻ്റെ കൂടെ എൻ്റെ ആദ്യ ക്യാപ്റ്റനും ചേച്ചിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ത്യ കളിക്കുന്നു, ഒരേപോലെ ഒരു ടീമിൽ ഇന്ത്യ കളിക്കുക എന്ന് പറയുന്നതൊന്നും എനിക്കറിയില്ല അതെത്ര വലിയ കാര്യമാണെന്ന്. 2 മലയാളികൾ ഒരു ഇന്ത്യൻ ലെവലിൽ കളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ചേച്ചീൻ്റെ കൂടെ കളിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഭാവിയിൽ ഇനി മിന്നുമണി കൂടെ ടീമിലേക്ക് വന്നാൽ ഞങ്ങൾ ലാസ്റ്റ് മലയാളി പൊള്ളിയാക്കി മൈക്കിലൊക്കെ വന്നിട്ട് മലയാളം തന്നെ. അല്ല ഞാൻ ചോദിച്ചതേ, ആ ലാസ്റ്റ് ബോൾ ആ നിൽക്കുന്ന സമയത്ത് ഫീൽഡർമാർ നിറച്ച് നിൽക്കുന്ന എല്ലാവരും ഔട്ടർ ബോർഡിൽ നിൽക്കുകയാണ്, നമ്മൾ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? എൻ്റെ പൊന്ന് സാറേ, ക്രീസിൽ വന്ന് ഗാർഡ് എടുത്തപ്പോൾ ഞാനൊന്നും കണ്ടില്ല. തട്ടത്തിന് പറയത്ത ഡയലോഗാ, ആ ബോളറങ്ങ് ബോൾ കറക്കുന്നുണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സജന ഓഫ് സ്പിന്നേഴ്സിനെ എങ്ങനെയാണെങ്കിലും അടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഷോട്ട് എറിഞ്ഞാലും മിഡ് വിക്കറ്റിൻ്റെ മണ്ടേ കൂടെ അടിക്കും, മുന്നിലെറിഞ്ഞ എന്തായാലും 6 ആണെന്ന് എനിക്ക് നല്ല ഉറപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആ ലാസ്റ്റ് ബോൾ 6 പോകുന്നത് എനിക്ക് 200% ഉറപ്പാണ്. കാരണം അത് ബോൾ ചെയ്യുന്ന ഒരു ഓഫ് സ്പിന്നർ ആയിരുന്നു. കാരണം സജനേനെ ഞാൻ സ്റ്റാർട്ട് തൊട്ടേ കാണുന്നതാണ്. സജനയുടെ ഒരു നാച്ചുറൽ ഷോട്ടാണ്, സജനയുടെ ഒരു ഗോ ടു ഷോട്ടാണ്. ഇപ്പോൾ ഒരു ഷോട്ട് സജനയ്ക്ക് ഒരു ദിവസം കളിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഷോട്ട് എപ്പോൾ വേണമെങ്കിലും കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു. എവിടെ വെച്ചായിരുന്നു സജനയുടെ ആ ലാസ്റ്റ് ബോൾ കണ്ടത്? എങ്ങനെയായിരുന്നു ആ മൊമെന്റ്? അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ RCBയുടെ ടീം റൂമിൽ വലിയ സ്ക്രീനൊക്കെ വെച്ചാൽ അത് ഫസ്റ്റ് മാച്ചായിരുന്നു, നമ്മുടെ WPLന്റെ ഇനാഗുറൽ മാച്ചായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു, സ്മൃതി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ലാസ്റ്റ് ബോൾ സിറ്റുവേഷൻ വന്നപ്പോൾ എന്തായാലും പറഞ്ഞാൽ എന്തായാലും തോക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു, കോച്ചസും എല്ലാവരും പ്ലെയേഴ്സ്. ഞാൻ പറഞ്ഞു ഇല്ല അടുത്ത വരുന്ന സജനയാണെങ്കിൽ എന്തായാലും 6 അടിക്കും. അപ്പം നോക്കിയപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞിട്ട് സജന നടന്നു വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് വന്നു. പിന്നെ നോക്കിയപ്പോൾ ക്യാപ്സി ബോളിങ് ഓഫ് സ്പിന്നർ, പിന്നെ നോക്കാനില്ല സജന തന്നെ ഉറപ്പ്. ഓഫ് സ്പിന്നർ ലാസ്റ്റ് ഓവർ ചെയ്യണമെങ്കിൽ സജന എന്തായാലും അടിച്ചിരിക്കും, നല്ല ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു സജന ഈസ് ഗോയിങ് ടു ഹിറ്റ് എ 6 എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച് വൈ ഡു യു സേ ദാറ്റ് ഷീ ഈസ് എ ന്യൂ കമർ എന്ന് പറഞ്ഞു.
ബിക്കോസ് ഐ നോ ഹർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് മാച്ച് ഗോൺ എന്ന് പറഞ്ഞ് അടുത്ത ബോൾ സജന 6 അടിക്കുന്നു. ഞാൻ കിടന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. എല്ലാവരും സ്ക്രീനിൽ നോക്കില്ല, സ്മൃതി ഉൾപ്പെടെ എല്ലാവരും എന്നെ നോക്കുന്നു. എന്താ പറഞ്ഞ ആശയം അവിടെയും കണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും എന്നെ നോക്കിയിട്ട് ദാറ്റ് വാസ് എ കോൾ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കി. ഐ നോ ഹർ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ സജന 6 അടിച്ചപ്പോൾ എനിക്കൊക്കെ എങ്ങനെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ 6 അടിച്ചതുപോലത്തെ ഫീലായിരുന്നു. ഞാൻ കിടന്ന് ഭയങ്കര സന്തോഷം. അപ്പം തന്നെ രാത്രി റൂമിൽ പോയിട്ട് സജനയ്ക്ക് വോയിസ് മെസ്സേജ് അയച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇവരൊക്കെ നമ്മളെല്ലാം ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത് ഒരുമിച്ച് പല വർഷങ്ങളായി, ഇപ്പോൾ മിന്നുമണി ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കളിച്ച് വന്നവരാണ്. അപ്പോൾ എൻ്റെ ക്യാപ്റ്റൻസി കളിച്ച ഈ 2 പിള്ളേരും നമ്മൾ ഒരുമിച്ച് കളിക്കുന്നത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഡെബ്യൂ, അതൊക്കെ വല്ലാത്തൊരു ജെനുവിൻലി ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. ആ ടൈമിൽ ഒരു ക്യാപ്റ്റൻ എന്നും കൂടെ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ട് കൂടും ബോളും ചെയ്തും ബാറ്റും ചെയ്ത് പ്രാക്ടീസ് സെക്ഷനിലൊക്കെ കളിച്ച് കാണും. എങ്ങനെയാണ് രണ്ടുപേരോട് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? സജിന ബാറ്റ് ചെയ്യുമായിരുന്നു, എങ്ങനെ ബോൾ ചെയ്തത്? സജു സ്റ്റംപ് ലൈനിലിട്ട് അടിച്ച് വെളിക്കളയും. അതുകൊണ്ട് എനിക്ക് സജുവിനെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എറിയാറേ ഇല്ല. സമയത്ത് എങ്ങനെയെങ്കിലും എന്തായാലും എന്നെ ട്രാപ്പ് ചെയ്യാനേ നോക്കുള്ളൂ എന്ന് എനിക്കറിയാം. എവിടെയെങ്കിലും എറിഞ്ഞിട്ട് അപ്പൊ എങ്ങനെയെങ്കിലും ബാറ്റ് കൊള്ളിക്കണം. അതിപ്പോ ഏത് മാറിയിട്ടാണെങ്കിലും തിരിഞ്ഞാണെങ്കിലും പറഞ്ഞാണെങ്കിലും കളിക്കണം എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാനും. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ്, അല്ലാണ്ട് ഈസി ഗോയിങ് ഒന്നും ഇല്ല അവിടെ. ഇതുവരെ അങ്ങനെ പ്രാക്ടീസ് സെഷനിലൊന്നും ഇങ്ങനെ സ്ലോ ആയിട്ട് എറിയാൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വളരെ എന്താ പറഞ്ഞാൽ ചലഞ്ചിങ് ടാസ്കേ കൊടുക്കുള്ളൂ. സജുവിന് ഞാനും അങ്ങനെ തന്നെ ഒന്നെറിഞ്ഞാൽ അടുത്ത അടിക്കണം, അങ്ങനെ തന്നെ നിൽക്കുക. ഒരു ബോൾ മിസ്സായ പകരം അടുത്ത ബോൾ അടിച്ചിരിക്കും. ഈ ബോൾ ഞാൻ കണ്ടില്ല, അടുത്ത ബോൾ നീ കാണില്ല. ഡയലോഗ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് ഏതാ സജിനയുടെ? ഫസ്റ്റ് ബോൾ 6 അടിച്ച ഷോട്ട് തന്നെ ഗോ ടു ഷോട്ടാണ്. അതിനി ഉറക്കം എണീറ്റിട്ട് അടിക്കുക ഏത് ഷോട്ട് കളിക്കണമെന്ന് ചോദിച്ചാൽ അവള് സ്റ്റെപ്പ്. പക്ഷേ ആക്ച്വലി ഉണ്ടല്ലോ ആ ഒരു ഷോട്ടെന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്ന ഷോട്ടായിരുന്നു. കൈ നിവർത്തി അടിക്കുക. ഒരു 2 തവണ ഒക്കെ കൈ അടിച്ചിട്ട് ഔട്ടായി കഴിഞ്ഞാൽ 3-ാമത്തെ തവണ അടിക്കാൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇവിടേക്ക് വരുന്നതും ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൈ നിവർത്തി ഇനി ഏത് സിറ്റുവേഷൻ വന്നാലും കൈ നിവർത്തി അടിക്കാന്നുള്ളൊരു ധൈര്യം തന്നത് എൻ്റെ കോച്ച് രാജഗോപാൽ സാർ തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ആ ധൈര്യം എനിക്ക് തിരിച്ചു കിട്ടിയത്. സോ ആ സാറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ചേച്ചി സ്ട്രഗിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം WPL കിട്ടാതെ പോയപ്പം ഒരു 100 പേര് ഇതേപോലെ നിർത്താനായില്ലേ. അപ്പം എൻ്റെ നാട്ടുകാരി തന്നെയാണ് മിന്നുമണി ജംഗ്ഷൻ എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പം നമ്മൾ നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു 10 പേര് നമ്മുടെ അടുത്ത് ചോദിക്കും സജന ജംഗ്ഷൻ എപ്പോഴാ. ഒരു 10 അല്ല ഒരു 5 പേര് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ തമാശയായിട്ട് എടുക്കാം. പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ഒരു 10 പേരും കൂടെ ചോദിക്കുമ്പോൾ ദൈവമേ, പിന്നെ അങ്ങനെ കേട്ട് മനസ്സിലങ്ങനെ തോന്നാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇപ്പം മിന്നുവിൻ്റെ പേര് വെച്ച് തന്നെ ഒരു 10 പേരിങ്ങനെ ചോദിക്കുമ്പോൾ മിന്നു അത് കളിച്ചല്ലോ, നീ എന്താ കളിക്കാത്ത, എന്താ കിട്ടാത്ത, അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്, നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള നെഗറ്റീവ് നമുക്ക് കിട്ടലുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സൊന്ന് ഡൗൺ ആവും. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഇപ്പോൾ കുറേ പേരിങ്ങനെ ചോദിക്കുമ്പോൾ ശരിയാ WPL കിട്ടിയില്ല, അപ്പം പിന്നെ നിർത്താനുള്ളൊരു പിന്നെ മടുത്തു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ആശ ചേച്ചിയൊക്കെ ഇതേപോലെ മോട്ടിവേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. സോ എല്ലാം നമ്മളെ മനസ്സാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് ലീഗ് അമ്പയേഴ്സ് ഞാൻ അമ്പയർ ടെസ്റ്റ് ഇതൊക്കെ പാസ്സായതാണ്. അപ്പോൾ പ്രാക്ടീസ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു സീസൺ അമ്പയറിംഗ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. മടുത്തിട്ട് ഇതേപോലെ ചോദിച്ചിട്ടും നമുക്ക് നല്ലൊരു ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കൃഷ്ണഗിരിയിൽ ജസ്റ്റിസ് സാറ് ദീപ്തി ചേച്ചിയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അക്കാഡമീൻ്റെ കാര്യങ്ങൾ നോക്കണം, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് പിന്നെ അമ്പയറിങ് ഒരുപാട് സീസൺ ചെയ്തു, മര്യാദക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നിന്ന കാര്യമുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സാറ് തന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, പോകാനുണ്ട്, മുമ്പിലേക്ക് പോകാം, കൈ നിവർത്തി അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ആരും തൊടൂല, വിശ്വസിക്കും. അപ്പം ആ ഒരു തന്ന ഒരു ഗഡ്സും ആ ഒരു വിശ്വാസമാണ് ശരിക്കും പറഞ്ഞ ആ ഒരു 6 അടിക്കാൻ എന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അതിപ്പോൾ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും പറയാം. അത് സജന പറയുന്നതോട് എനിക്ക് 200% യോജിപ്പുണ്ട്. കാരണം ഒരു സ്പോർട്സ് പേഴ്സൺ, ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് മാത്രമല്ല ഏതൊരു സ്പോർട്സ് പേഴ്സണിൻ്റെ ലൈഫിലും അവരുടെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയുന്ന ഒരു പാർട്ടാണ് പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഫീൽഡിൽ കളിക്കുന്നെങ്കിലും നമ്മൾ TV-യിൽ എല്ലാവരും കാണുന്നു ഫീൽഡിൽ കളിക്കുന്നത്, പക്ഷേ പുറകിൽ എത്ര ആൾക്കാർ നമ്മുടെ കൂടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്
നെറ്റ്സിൽ വെയിലത്ത് നമ്മുടെ കൂടെ നമ്മൾ 2 മണിക്കൂർ നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ആ വെയിലത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. ഇപ്പോൾ എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ കോച്ച് ആരൻ ജോർജ് തോമസ്. ഞാൻ ഏത് ഫേസിൽ എനിക്കറിഞ്ഞോട്ട് ഞാൻ എത്ര പ്രാവശ്യം സാറിനെ ഞാൻ വിളിച്ചിട്ട് സാർ ഇനി അങ്ങോട്ട് ഹയർ ലെവൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ നിർത്തുവാണ്. ഞാൻ പറയും സാർ എടേ മിണ്ടാതെ പോയി കളിച്ചിട്ട് വാ എന്ന് പറയും. ഞാൻ സാറ് പറഞ്ഞാൽ പിന്നെ എനിക്ക് മറുവാക്കില്ല. ഞാൻ സാറിനെ വളരെയധികം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ കോച്ചാണ്, അപ്പം വളരെ വിശ്വസിക്കുന്ന എൻ്റെ കോച്ചാണ്. ഞാൻ കളിച്ചിട്ട് വരും. ഇപ്പോൾ ഇന്ത്യ ക്യാമ്പ് കിട്ടിയപ്പോൾ സാറിൻ്റെ അടുത്ത് ചെവിയെന്ന് പറഞ്ഞ് എടേ ഞാൻ പറയട്ടാ നീ എത്ര പ്രാവശ്യം കളി നിർത്താൻ പോയണം. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ സജുവിൻ്റെ ലൈഫിൽ സജുവിൻ്റെ കോച്ച് വന്ന പോലെ അങ്ങനെ തന്നെ ഓരോ മൊമെൻറ്റ്സാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സജു ആ ഡിസിഷൻ എടുത്തു ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ സജുവിന് അങ്ങനെ ഒരു ഫീലുണ്ട് ലൈഫ് ചേഞ്ച്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും എൻ്റെ ഗുരുക്കന്മാർ സ്റ്റാർട്ടിങ് മുതൽ ശ്രീകുമാർ സാർ, സ്പോർട്സ് കൗൺസിലിൻ്റെ ലേറ്റ് ശ്രീകുമാർ സാർ, പിന്നെ ഷബീന ജേക്കബ് മാം. നമ്മുടെ ഷബീന മാമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുക, ഷബീന മാം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇത്ര ഉള്ളപ്പം മുതൽ എൻ്റെ 12 വയസ്സ് മുതൽ കൊച്ചെ ക്രിക്കറ്റ് കളിക്കാൻ വന്നേക്കണേ എന്ന് പറഞ്ഞ് സെൻട്രൽ എടുത്ത് ഞാൻ ആദ്യമായിട്ട് ട്രയൽസിന് പോയപ്പം ഷബീന മാമിൻ്റെ പോക്കറ്റിൽ നിന്ന് വണ്ടിക്കൂലി തന്ന്, വീട് അവിടെ മെഡിക്കോളിൻ്റെ തൊട്ടടുത്തായിരുന്നു, അവിടെ പോയി ഫുഡ് കഴിച്ച്, പിന്നെ SBIയുടെ മാനേജറായിരുന്നു. പ്രാക്ടീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചാക്കയിൽ പോകുമ്പോൾ അവിടെ പോയി മാമിനെ കണ്ട്, ബാങ്കിലൊക്കെ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഇതേ അടുത്ത ഇന്ത്യ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷത്തിൽ എനിക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഇന്ത്യ ക്യാപ്പ് കിട്ടപ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സന്ദേശിക്കേണ്ട ഒരാളായിരുന്നു ഷബീന ജേക്കബ് മാം. പക്ഷേ എനിക്ക് തോന്നുന്നു മാം എവിടെയാണെങ്കിലും മാം ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ആ ക്യാപ്പ് എനിക്ക് നാളെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായത് എനിക്ക് ഷബീന മാം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ സീനിയേഴ്സ്, ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ കൂടെ 1-2 പേര് ഉണ്ടെങ്കിൽ നമുക്കൊരു വൈബ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ സീനിയേഴ്സ് രശ്മി ചേച്ചി, ദീപ ചേച്ചി, ഫോർമർ കേരള ക്യാപ്റ്റൻ വിലാസിനി ചേച്ചി, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രഗിൾ എന്ന് പറയണമെങ്കിലും ആ സ്ട്രഗിൾ എന്നെ ഓവർകം ചെയ്യാൻ എനിക്ക് എൻ്റെ പല ഫേസ് ഓഫ് മൈ ലൈഫിൽ പല ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഭയങ്കര ഞാൻ ലക്കിയാണ്. ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് ചാൻസ് കിട്ടിയെന്ന് അറിഞ്ഞ മൂമെൻറ്റിൽ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഏത് ലിസ്റ്റിൻ്റെ ഏരിയ? ഇന്ത്യൻ ടീമിലേക്ക്. ശരിക്കും WPLൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് ഞാൻ ഉറപ്പിച്ചായിരുന്നു ഞാൻ ടീമിൽ കിട്ടുന്നു. പക്ഷേ ഒരിക്കലും നമ്മളത് എക്സ്പ്രസ് ചെയ്യാനോ പറയാനോ പാടില്ല. കാരണം മുൻപ് എനിക്ക് അനുഭവം ഉണ്ട്. കാരണം ഡൊമസ്റ്റിക്കിൽ നല്ല പെർഫോമൻസ് വന്നിട്ട് WPL കിട്ടാതെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് കിട്ടുന്നതായിരുന്നു. പിന്നെ ടീമിൻ്റെ കൂടെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ജസ്റ്റ് എന്താ പറയുക, ആ ഒരു നമ്മളെ ഗോളിലേക്ക് എത്തി എന്നുള്ള ഒരു എന്താ പറയുക, എത്രയും കാലം ആഗ്രഹിച്ച ഞാൻ കളി തുടങ്ങിയിട്ട് 2018 തുടങ്ങിയിട്ട് ഇത് എത്രയായിട്ടുള്ളൂ. പക്ഷെ ആശ ചേച്ചീൻ്റെ പേര് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഇപ്പോഴും പറയുകയാണ്, മിന്നുവിനേക്കാൾ മുമ്പേ സജിനേനേക്കാൾ മുമ്പേ ഇന്ത്യ കളിക്കേണ്ട പ്ലെയറായിരുന്നു ആശ ചേച്ചി. അപ്പോൾ എല്ലാത്തിനും പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് എത്തുന്നതെല്ലാം ഈ ഒരൊറ്റ ഡയലോഗിലാണ്, എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. ഇവിടെ വരാനും എൻ്റെ ക്രിക്കറ്റ് കരിയർ ചേഞ്ച് ആവാനും എല്ലാത്തിനും അതിൻ്റേതായ, ഇപ്പം ഞാൻ പറഞ്ഞു രാജഗോപാൽ സാറിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപാട് കാലം ഈ 2 വർഷമായിട്ടുള്ളൂ രാജഗോപാൽ സാറിന് ഒരു പേഴ്സണൽ കോച്ചായിട്ട് കിട്ടിയിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പേ മേബി സാറിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ത്യ കളിച്ചു പോയേനെ. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ വരുന്നതും WPL വരുന്നതും നമുക്ക് 2 പേർക്ക് എക്സ്പോഷർ കിട്ടുന്നതും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാവാൻ, ഈ ബംഗ്ലാദേശ് ടൂറിൽ ഭാഗമാവുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന ഫോർമാറ്റുകളിലെല്ലാം നമുക്ക് അതിൻ്റെ ഒരേപോലെ ഒരു ടീമിൽ കളിക്കാൻ പറ്റണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് ചേച്ചി ഞാൻ ഇപ്പോൾ മിന്നുവിന് കൂടെ ചാൻസ് കിട്ടിയാൽ അത് നെക്സ്റ്റ് ലെവലാവും. ഒരു ഇന്ത്യൻ ടീമിൽ 3 മലയാളി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഭയങ്കര കേരള ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ ഇതിനും, ഞങ്ങൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൊടുക്കാൻ വേറൊന്നുമില്ല ഞങ്ങളുടെ പെർഫോമൻസ് അല്ലാണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലെവലിൽ ഇന്ത്യ കളിക്കുക, കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് സപ്പോർട്ട്, അവരുടെ എല്ലാം പറയാം. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ കോച്ചിന് കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. അവർക്ക് അതേ കൊടുക്കാൻ പറ്റും. അപ്പോൾ KCAക്ക് ഞാനും ആശ ചേച്ചി മിന്നും ഒക്കെ കൊടുക്കുന്നത് ഞങ്ങളെ പെർഫോമൻസ് കൊണ്ട് KCAക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ലോകം മൊത്തം KCAൻ്റെ പേരും പ്രസക്തിയും അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ചുമതല, അല്ലേ ചേച്ചി? അതെ, ഓഫ് കോഴ്സ്. കേരള ക്രിക്കറ്റ് അപ്പോൾ ഞാൻ ആക്ച്വലി ടീമിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടീമിൽ ഉണ്ടാവുന്ന പ്രതീക്ഷ 2012 വെസ്റ്റ് ഇൻഡീസ് ടൂർ പ്രോബബിൾസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഒരേ ഒരു ലെഗ് സ്പിന്നർ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നല്ല
നന്നായിട്ട് എറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എറിയും പോലെ തന്നെയായിരുന്നു അപ്പോഴും എറിയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതിൽ കിട്ടാത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് ആകെ 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആരൻ സാറിനെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ 2-3 ടൂറും കൂടെ ടീമിൽ നിന്ന് പ്രോബിൾസിൽ വരും, വേൾഡ് കപ്പ് പ്രോബിൾസിൽ വരും, പുറത്താവും. പിന്നെ ശ്രീലങ്ക വേൾഡ് കപ്പ് പ്രോബിൾസിൽ പുറത്തായി, ബംഗ്ലാദേശ് T20 വേൾഡ് കപ്പ് പ്രോബിൾസ് പുറത്തായി. പിന്നെ അതെനിക്കൊരു നോർമൽ കാര്യമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇന്ത്യൻ ടീമിൽ വരുമോ ഇല്ലയെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. പക്ഷെ എനിക്കതൊരു പ്രഷറായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നല്ല ശീലമുണ്ട്, കിട്ടാതിരുന്ന് നല്ല ശീലമുള്ളതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും ചോദിക്കുമ്പോൾ പ്രഷറുണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കത് ശീലമായി. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. കിട്ടിയപ്പോഴാണ് ഞാൻ ഷോക്കായത്. അതൊരു ഇതില്ലേ, ഒരു 4 പ്രാവശ്യം പ്രോബിൾസ് വന്ന് പോയി, ശീലമായി ഇല്ലാതെ. പെട്ടെന്ന് കിട്ടുമ്പോൾ ഏതൊരു സിനിമയിൽ ഇങ്ങനെ യാരടി നീ മോഹിനി എന്ന് പറഞ്ഞ സിനിമയിൽ ധനുഷ് ഇൻ്റർവ്യൂ പാസ്സാവുമ്പോൾ അച്ഛൻ വന്ന് ചോദിക്കും, കുഴപ്പമില്ല നീ ഇൻ്റർവ്യൂ തോറ്റില്ലേ, പോവാം, വീട്ടിൽ പോവാം. അല്ല അച്ഛാ ഞാൻ പാസ്സായി. ആ ഫീലായിരുന്നു. ഭയങ്കര കുറച്ച് ഷോക്ക് തന്നെയായിരുന്നു, ഭയങ്കര എമോഷണലായിരുന്നു. എൻ്റെ കോച്ചിനെ വിളിച്ചു, പാരൻസിനെ വിളിച്ചു, ചേട്ടനെ വിളിച്ചു. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി വിനോദ് സാറ്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ആദ്യമായിട്ട് KCA കളിക്കും മുതൽ എൻ്റെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്കിവിടെ മൂക്കിലൊക്കെ എറിയിട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ പൊട്ടിയിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, സാറ് ബൈക്കൊക്കെ ഓടിച്ച് പേരൂർക്കുടം അകത്തൊക്കെ വന്ന് ആരൻ സാറിനോട് വന്ന് എന്നെ ചെറുപ്പത്തിലേ കണ്ടതൊക്കെ. അപ്പോൾ സാറൊക്കെ ഇപ്പോൾ KCAയിൽ സെക്രട്ടറിക്കുന്ന വളരെ വളരെ സന്തോഷമുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട് TDCയിൽ. ഈ ഇന്ത്യൻ ടീമിൽ പ്രാക്ടീസ് ഇല്ലാത്ത സമയത്തൊക്കെ എന്തായിരുന്നു രണ്ടുപേരുടെ പരിപാടികൾ, ഹോബീസ് അവിടെ? സജിന കുറേ റീൽസ് എടുക്കും, നമ്മൾ കുറേ ഗെയിം കളിക്കും. ഇപ്പോൾ ഹേമയുണ്ടല്ലോ, ഹേമ തമിഴ്നാടാണ്. ഇപ്പോൾ ഹേമയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മലയാളീസാണ് ചെന്നൈയിൽ. ഇപ്പോൾ ഹേമ നല്ല പൊട്ട മലയാളം പറയും. അവളെ തിരുത്താനാണ് ഞങ്ങളെ മുഴുവൻ സമയം പോണത്. പക്ഷെ ആൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു വിധമൊക്കെ മലയാളം പറയും. നമുക്ക് പിന്നെ മലയാളികൾക്ക് തമിഴ് ഈസി ആയിട്ട് നമുക്ക് വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മലയാളമൊക്കെ വന്ന് ചോദിക്കും. എല്ലാവർക്കും നല്ല ആകാംക്ഷയാണ് മലയാളം പഠിക്കാൻ. കേൾക്കുമ്പോൾ നല്ല ടഫല്ലേ, അപ്പോൾ അവർക്ക് അതൊക്കെ പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അവർക്കൊക്കെ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കും. പഠിപ്പിച്ചാരെങ്കിലും മലയാളം പഠിപ്പിച്ചോ? പിന്നെ കുറേ പേരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സജനേനെയൊക്കെ ഇപ്പോൾ ഹർമൻ സൂപ്പറായിട്ടാണ് വിളിക്കുന്നത് മലയാളത്തിൽ. പിന്നെ ഞങ്ങളുടെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ, ഫ്രീ ടൈം ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന സെഷനൊക്കെ ഭയങ്കര എഫക്റ്റീവ് സെഷൻ തന്നെയായിരിക്കും. അവിടെ ഈസി ഗോയിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നല്ല ചൂടായിരുന്നു, 40+, 45 ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത്. ആ ഒരു സമയത്താണെങ്കിൽ ചെയ്യുന്ന 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറാണെങ്കിൽ അതിൻ്റേതായ ആ ടഫായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി എത്രത്തോളം മനസ്സിലായി. അപ്പം ചില സമയത്ത് പ്രാക്ടീസ് സെഷനൊക്കെ ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്യുന്ന ഒന്നും അല്ലയെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇനി എന്തൊക്കെ ചെയ്യാമെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു ഈ ടൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. ഹാഫ് ഡേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്ഷീണം കാരണം നമ്മൾ ടയർഡായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് കാർഡ്സ് കളിക്കുക, ബാക്കി ടീമുകളുടെ അടുത്ത് സംസാരിക്കുക, റീൽസ് കളിക്കുക, അങ്ങനെയൊക്കെ ഞങ്ങൾ. ഈ ക്യാപ്റ്റനൊക്കെ മലയാളം പഠിപ്പിച്ചോ അവിടെ പോയിട്ട്? ക്യാപ്റ്റൻ കുറച്ച് പഠിച്ചു വരുന്നു, മിക്കവാറും ആശ്രയിച്ച് മൊത്തം പഠിപ്പിക്കും. അടുത്ത ടൂർണമെന്റ് ആകുമ്പോഴത്തേക്കും മൊത്തം മലയാളികളാക്കുമല്ലേ അവിടെ? മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. കാരണം വൺ ഓഫ് ദ ടഫസ്റ്റ് ലാംഗ്വേജസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കേണ്ട വലിയ ആകാംക്ഷയുണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ വാക്കൊക്കെ ഇങ്ങനെ പഠിച്ചു വരും. സുഖമാണോ, പേരെന്താ, അങ്ങനെയൊക്കെ പഠിപ്പിക്കും. ഈ IPL കളിക്കുന്ന സമയത്തൊക്കെ സച്ചിനെ കാണുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? രണ്ടുപേരും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ സച്ചിനെ കാണുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രീം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല സച്ചിനെ കാണാൻ. ഇപ്രാവശ്യം അമോൽ സാറാണ് കോച്ച് വിമൻ ടീമിൻ്റെ. അപ്പോൾ അമോൽ സാറ് സച്ചിൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തവരാണ്. അവർ ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്താൽ മുംബൈക്ക് വേണ്ടി. ഞാനിങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് ടൈം കിട്ടിയപ്പോൾ അമോൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ എങ്ങനെയാണ് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്, സച്ചിനെ കണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ ആശ, ഞാൻ ട്രൈ ചെയ്യാം സച്ചിനെ മീറ്റിങ്ങിന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. ശരിക്കും എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, മുംബൈ ഇന്ത്യൻസിൽ എന്തായാലും സച്ചിനെ കാണുന്നുള്ള. പിന്നെ അവർ ആ മീഡിയക്കാർ ചോദിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ആഗ്രഹം എന്ന് വെച്ചപ്പോൾ സച്ചിനെ കാണണം. പക്ഷെ ആ സമയത്ത് സാറ് വേറെ എവിടെയോ മാച്ചസ് എന്തോ കളിക്കാൻ വേണ്ടി പോയിരിക്കായിരുന്നു, അതുകൊണ്ട് പറ്റാണ്ട് പോയതാണ്. പക്ഷെ സച്ചിനെ കാണുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ആഗ്രഹം. അപ്പോൾ അത് നടക്കുമെന്ന് ഭാവിയിൽ തീർച്ചയായിട്ടും ആ ഒരു അവസരം ലഭിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ കാണാനും നേരിട്ട് കാണാനും
എന്താ പറയുക, അദ്ദേഹം സമയം ചെലവഴിക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. നമ്മുടെ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ഇപ്പോൾ അവസരം കിട്ടി. നിങ്ങൾ രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കാരാണ്. സഞ്ജുവിൻ്റെ ആ എൻട്രി എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും ഒരു മലയാളി വേൾഡ് കപ്പ് ടീമിലേക്ക് ഇടുന്നത്, ശ്രീശാന്തിന് ശേഷം. സഞ്ജുവിനെ ഞാൻ അണ്ടർ-16 മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സഞ്ജുവിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. സഞ്ജുവിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് സഞ്ജുവിനെ ഇവിടം വരെ എത്തിച്ചത്. കാരണം സഞ്ജുവിൻ്റെ ആ ഒരു പ്രാക്ടീസ് സെഷൻസ് വോളിയം പ്രാക്ടീസാണ് ആൾ ചെറുപ്പം മുതലേ ചെയ്യുന്നത്. 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ബാറ്റിംഗ്, 2-3 മണിക്കൂർ കണ്ടിന്യൂസ് പ്രാക്ടീസ്, അങ്ങനെയൊക്കെയാണ് ആൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഒരു ഇത് തന്നെയാണ് സഞ്ജു ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഒരു മാറ്റമില്ല. ആളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ആളെ ഈ വേൾഡ് കപ്പ് വരെ എത്തിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്യാപ്റ്റൻ ആണ് ഇപ്പോഴുള്ളതിൽ IPL ഉള്ളതിൽ സഞ്ജു. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കുള്ളപ്പോൾ, ഒരു ടീമിൽ നമ്മൾ ഉള്ളപ്പോൾ അത് വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം ക്യാപ്റ്റൻ ഒരുപാട് ചിന്തിക്കേണ്ടി, ഒരാളുടെ അടുത്ത് സംസാരിക്കേണ്ടി വരില്ല. ഓൾറെഡി സഞ്ജു ലീഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീം. അപ്പോൾ സഞ്ജുവിന് അത്രയ്ക്ക് നല്ല അറിയാം, സിറ്റുവേഷൻസ് അനുസരിച്ച് ഓരോ മൊമെൻറ്റ്സിൽ എങ്ങനെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ അറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു സഞ്ജു ആയിരിക്കും ഈ വേൾഡ് കപ്പിൽ ഒരു എക്സ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പുതിയൊരു വേൾഡ് കപ്പ് എൻട്രിയാണ്. എല്ലാവർക്കും സഞ്ജുവിനെ അറിയാമെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം ഫോർ ഇന്ത്യ. എനിക്ക് തോന്നുന്നു സഞ്ജു വിൽ ബി ദ എക്സ് ഫാക്ടർ. ആൻഡ് വെൻ ഇന്ത്യ ഈസ് വിന്നിങ് ദ വേൾഡ് കപ്പ്, സഞ്ജു ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് ദ ട്രോഫി ആൻഡ് ഹി വിൽ ബി ദ എക്സ് ഫാക്ടർ ഫോർ ഇന്ത്യ. എനിക്കും അതിനെ പറയാനുള്ളത്, ലാസ്റ്റ് സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് സഞ്ജുവേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ലെവലിൽ വേൾഡ് കപ്പ് ടീമിൽ ചേട്ടൻ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ്റെ ഹാർഡ് വർക്കും അതേപോലെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു എന്താ പറയുക കൺസിസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കൊണ്ട് മാത്രമാണ് ചേട്ടൻ ഇപ്പോൾ ടീം സ്ക്വാഡിൽ എത്തിയിരിക്കുന്നത്. ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചേട്ടൻ ആ ഒരു 100% ടീമിന് വേണ്ടി ചെയ്യും. ആശിച്ച് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞ് ആ ഒരു ക്യാപ്റ്റൻസിൻ്റെ ഇതല്ല. അപ്പോൾ സഞ്ജു ചേട്ടൻ അറിയാം ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്നും വ്യക്തമായിട്ടുള്ള കൂളാണല്ലോ ആള് എപ്പോഴും. അതെ, കൂൾ തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ തീർച്ചയായും ടീമിൽ ഇടം സഞ്ജു ചേട്ടന് കിട്ടിയാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ സഞ്ജു ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കും. ശരി, ഇനി അവസാനമായി നമുക്ക് ഈ ചോദ്യം കൂടെ അവസാനിപ്പിക്കാം. എന്താണ് ഇനി നിങ്ങൾ രണ്ടുപേരും ഡ്രീം എനിക്ക് തോന്നുന്നു സജുവിൻ്റെ സെയിം ആയിരിക്കും. ഇന്ത്യ വേൾഡ് കപ്പ് വിന്ന് ചെയ്യണം. ആ ടീമിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരിക്കണം, കളിക്കണം. സെയിം പിച്ച്. ഇപ്പോൾ T20 ഫോർമാറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും കളിച്ചത്. ഇനി ഇന്ത്യക്ക് വേണ്ടിയിട്ട് 1 ഡേയും മൾട്ടി ഡേയും പിന്നെ ഇതാ ബംഗ്ലാദേശിൽ തന്നെ വരുന്ന വേൾഡ് കപ്പും 2 മലയാളി സാന്നിധ്യത്തിൽ അല്ല മേ ബി മിന്നും കൂടെ വന്ന 3 പേര്, ആ 3 പേരും നമ്മുടെ വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കാനും അറ്റ്ലീസ്റ്റ് ലെവലിൽ കളിക്കണം എന്നൊന്നുമില്ല, വലിയ ആഗ്രഹമില്ല. ബട്ട് ആ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ദൈവത്തിന് വലിയൊരു നന്ദി അറിയിച്ചോളുന്നു. അപ്പം എന്തായാലും രണ്ടുപേർക്കും ഞങ്ങളെ ആശംസകൾ നേരുകയാണ്. എന്തായാലും ഉഷാറാവട്ടെ. ഇനി വിളിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.